ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാഹുബലി ദ എപ്പിക് റിലീസ് ട്രെയിലർ. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രമായ ബാഹുബലി അല്ലെ, ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിന്റെ ഇരട്ടിക്കരട്ടി ഹിറ്റ് ആയിരുന്നു സെക്കൻഡ് പാർട്ട്. SS രാജമൗലിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ബ്രഹ്മാണ്ഡ മൂവി. അതുപോലെ പ്രഭാസ് നായകനായ ചിത്രം. പിന്നെ ആര് നല്ലൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. റാണ രഘുപതി, റാണ വില്ലനായി വരുന്നത്, ഓപ്പോസിറ്റ് റോൾ വരുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് മൂവിയാണ് സംഭവം. അതിൻ്റെ മ്യൂസിക് ആയിരുന്നാലും BGM ആയിരുന്നാലും അതിൻ്റെ ഫൈറ്റുകളായിരുന്നാലും അതിൻ്റെ ഡയലോഗ് ആയിരുന്നാലും അതിൻ്റെ സീനുകൾ, റൊമാൻറ്റിക് സീനായിരുന്നാലും ആക്ഷൻ സീനായിരുന്നാലും എല്ലാം ഒന്നിനൊന്നും മെച്ചം. അങ്ങനെ പാൻ ഇന്ത്യ ലെവലിൽ തന്നെ തൂക്കി അടിച്ച ഒരു ചിത്രമായിരുന്നു ബാഹുബലി 2. പിന്നെ അതിൻ്റെ മ്യൂസിക്, കിടിലൻ മ്യൂസിക്കായിരുന്നു. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കട്ടപ്പ, ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ അല്ലേ, സെക്കൻഡ് കാണാനൊരു ക്യൂരിയോസിറ്റി. അതായത് ഇന്ത്യ മൊത്തം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ചിത്രത്തിന് വേണ്ടി. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കുത്തിയത്, ആ ഒരു ഇതിലാണ് ബാഹുബലി തീരുന്നത്, എൻഡ് ആകുന്നത്. പിന്നെ ഉള്ള ഒരു ഇതായിരുന്നു എന്തിനാണ് കുത്തിയത്. അപ്പം റിലീസ് ഡേക്ക് തന്നെ എന്തായാലും നമ്മൾ പോയി കണ്ട ചിത്രമായിരുന്നു ബാഹുബലി 2. ഇപ്പം അതിൻ്റെ റിലീസ് അല്ലേ, എപ്പിക് റിലീസ് ട്രെയിലറാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ട്. യെസ്, ഫോണില്ലേ? സ്റ്റാർട്ട്. മഹിഴ്മതി. ഓ ഈ സീനൊക്കെ ഒന്നൊന്നര സീനാ. ഓ ചില സീനുകളൊക്കെ കാണുമ്പോൾ ഗൂംസ് വരും. ആ സീന് ഐക്കോണിക് സീനാ. കട്ടപ്പ. സീന് ഹെലികോപ്റ്റർ. ബാഹുബലി. The epic Bahubali, 31 October. Yes. അന്യായ ട്രെയിലർ അല്ലേ. ഇതിന്റെ പല സീനും ഇപ്പോഴും കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ആണ്. കാര്യം അമ്മാതിരിയാണ് സാധനം എടുത്തു വെച്ചിരിക്കുന്നത് രാജമൗലി അല്ലേ. മ്യൂസിക് ആയിരുന്നാലും അതുപോലെ അതിന്റെ BGM ആയിരുന്നാലും ആ സീൻ വൈസ് ആയിരുന്നാലും അതിന്റെ അല്ലേ ആക്ഷൻ സീൻസുകൾ വരുന്ന ഒരു അല്ലേ. ഇത് കട്ടപ്പ ഇവര് ഇവിടെ കൊണ്ടുപോകുമല്ലോ, മറ്റേ ഇവിടെ കൊട്ടാരത്തില് വേഷം മാറി പോകുമ്പോ അവസാനം ആളറിയുമല്ലോ, അത് ആളാരാണെന്നറിയാൻ വേണ്ടി അല്ലേ പടച്ചട്ടയൊക്കെ
അതില് തീ വെച്ചടിക്കും. അപ്പൊ ഒന്നൊന്നൊരു സീനുണ്ട്. അപ്പോഴേ പറയുന്ന മാരക സീനാണ്. അതുപോലെ ഇതിൽ പല സീനുമുണ്ട്. റിപ്പീറ്റ് പല പ്രാവശ്യം യൂട്യൂബിൽ തന്നെ കണ്ട സീനുകളുണ്ട്. എന്നാലും ഒരു ഫ്രഷ്നെസ് തോന്നി. അതുപോലെയാണ് മ്യൂസിക്കും. പിന്നെ ചില കോമഡികളൊക്കെ കാണിക്കുന്നുണ്ട്. അത് എന്തായാലും സൂപ്പർ റിലീസ് അല്ലേ. ട്രെയിലർ എന്തായാലും കിടിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും കണ്ടാലും അല്ലേ ഇത്രയും ഹിറ്റായ 1000 കോടിക്ക് മേളിൽ കളക്ട് ചെയ്ത ഒരു മൂവി. പാൻ ഇന്ത്യ നല്ല രീതിയിൽ തൂക്കി. റിലീസ് ചെയ്ത എല്ലായിടത്തും ഓൾ ഇന്ത്യ മൊത്തം റെക്കോർഡ് അല്ലേ കളക്ഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു ചിത്രം. പ്രഭാസിന്റെ അല്ലേ കരിയർ മാറ്റി മറിച്ച ഒരു മൂവി. അതായത് വേൾഡ് തന്നെ അറിയപ്പെടുന്ന സ്റ്റാറായി. പാൻ ഇന്ത്യ അല്ല അതുക്കും മേലെ ഈ ഒറ്റ ചിത്രം കൊണ്ട്. അതുപോലെ രാജമൗലി ആയിരുന്നാലും അല്ലെ പുള്ളി എടുക്കുന്ന അങ്ങനത്തെ മൂവിയാണ്. ഒന്നൊന്നര ഹിറ്റുമാണ്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഗ്യാപ്പിട്ടാണ് ഓരോ പടങ്ങൾ അറിയുന്നത്. അങ്ങനത്തെ മൂവിയായിരിക്കും. എന്തായാലും സൂപ്പർ ട്രെയിലർ.